സത്യക്രിസ്ത്യാനിയാണോന്ന് ചോദിച്ചു. സത്യക്രിസ്ത്യാനിയാണോന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയിട്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ക്രിസ്ത്യാനി അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല. അല്ലല്ല, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ആ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തി എന്നുള്ള ഇഷ്ടമാണ് അല്ലേ. ക്രിസ്തു ഒരിക്കലും എവിടെയും ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ക്രിസ്തു പിതാവിനെ നേരിട്ട് വിളിക്കാനാ പറഞ്ഞത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ചു എന്നല്ല പറയണത്. നിന്റെ ദൈവമായ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ആരും വേണ്ട, മൂന്നാമതൊരു വ്യക്തി. അങ്ങനെ പറയുന്ന ഒരാള് എന്തായാലും ഒരു റിലീജിയൻ ഉണ്ടാക്കാൻ പറയില്ലല്ലോ. ഇല്ല, ക്രിസ്തുവിന് ശേഷമാണല്ലോ ഈ റിലീജിയൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ എന്തായിരുന്നു നിലനിന്നത്, അത് തന്നെയല്ലേ ആ റിലീജിയൻ ആയിട്ട് മാറിയിട്ടുള്ളത്. അത് ക്രിസ്തു അല്ലല്ലോ, ആ സിസ്റ്റം അല്ലേ. ഏത് സിസ്റ്റമാണ് അപ്പൊ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്? ആ സിസ്റ്റം തന്നെയല്ലേ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ കൂട്ടി വായിക്കാൻ? ഇദ്ദേഹം ലോകപ്രശസ്തനായ ഇസ്ലാമിക പ്രബോധകനാണ്. ഇദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവില് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ് താങ്കളുടെ മതം ഏതാണെന്നുള്ളത്. അപ്പൊ യേശുക്രിസ്തു ഒരിക്കലും പറയില്ല എന്റെ മതം ക്രിസ്തു മതമാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനോടുള്ള അടുത്ത ചോദ്യം താങ്കൾ ഏത് സഭയുടെ കീഴിലുള്ളതാണ്? റോമൻ കാത്തലിക്, ആംഗ്ലിക്കൻ അല്ലെങ്കിൽ മറ്റേത് സഭയുടെ കീഴിലുള്ളതാണ് എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പൊ അതൊരു നിസ്സാരമായ ചോദ്യമാണ്. അപ്പൊ യേശു ഒരിക്കലും ക്രിസ്തുമതം എന്നുള്ള ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുവിനോട് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ യേശു പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഞാൻ ദൈവത്തിന് സമർപ്പിച്ചവനാണ് എന്നുള്ളതാണ്. അതിന്റെ ശരി ഷോർട്ട് ഫോമാണ് ഇസ്ലാം. ആര് നമ്മുടെ സൃഷ്ടാവിനെ സമർപ്പിച്ച് ജീവിക്കുന്നോ അവനാണ് മുസ്ലിം. ആ സമർപ്പണത്തിന്റെ ആ മാർഗത്തിന്റെ പേരാണ് ഇസ്ലാം. അപ്പൊ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പിന്തുടരുന്നത് പൗലോസിന്റെ മതമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾക്ക് നേരെ വിപരീതമായ അധ്യാപനങ്ങൾ നടത്തുന്ന പൗലോസിന്റെ മതമാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് യേശു വഴിയും മാർഗവും സത്യമാവും. നിങ്ങൾ യേശുവിന്റെ മാർഗത്തിലോട്ട് പോവുക, ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ ആരാധിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. If Jesus was alive with us today, or in his second coming, if we have a chance to meet him, and if we ask him, so, oh Jesus, what is your religion? We do not expect him to say Christianity. Because if he says Christianity, we can ask him, what church you belong to, sir? Are you a Roman Catholic or an Anglican or a Presbyterian or a Lutheran or a Jehovah's Witness? Silly you would say. It's a silly thing to ask Jesus. I expect him to say that my religion is a religion of total submission to God's will. Lengthy definition. One word for that in the Arabic language is Islam. This is what he came to teach. But if the people, his followers, they took his religion off the rails, actually Paul, they are all following Paul. They are not following Jesus. If they follow Jesus, they will be Muslims. See, because Jesus was teaching them nothing but Islam.